നെടുമങ്ങാട് വീട്ടിൽ നിന്ന് 20 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. സംഭവത്തിൽ വീട്ടിലുണ്ടായിരുന്ന സ്ത്രീയെ എക്സൈസ് പിടികൂടി. ഇവരുടെ ഭർത്താവ് മനോജ് എക്സൈസിനെ കണ്ടതോടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. 24 വയസ്സുള്ള ഭുവനേശ്വരിയാണ് എക്സൈസിന്റെ പിടിയിലായത്. പോലീസ് പിടിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ കിടന്ന് കരഞ്ഞിട്ട് പോകേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറയുന്നുള്ളൂ പൊന്നു ചേച്ചി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കൊച്ചു കുട്ടിയൊന്നുമല്ല, നിങ്ങൾക്കിപ്പോൾ അറിവും പക്വതയും എല്ലാം ഉള്ള ഒരു പ്രായം കൂടിയാണ്. അപ്പോൾ വീട്ടിലെ ഭർത്താവാകട്ടെ മക്കളാകട്ടെ ആരെങ്കിലും ഏതെങ്കിലും രീതിക്ക് തെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തെറ്റാണെന്നുണ്ടെങ്കിൽ അത് റിയാക്ട് ചെയ്യണം. അതിനെതിരെ എന്താണ് രീതിയിൽ അതിനെതിരെ സംസാരിക്കണം. അതല്ലാണ്ട് ഇപ്പോൾ ഭർത്താവ് ചെയ്യുന്ന തെറ്റിൻ്റെ കൂടെ തന്നെയാണ് നിങ്ങളും കൂടി നിന്ന് ആ കള്ളത്തരത്തിന് നിങ്ങളും കൂടി കൂട്ടി നിൽക്കുമ്പോഴത്തേക്കും ഇതല്ല ഇതിൻ്റെ അപ്പുറവും നടക്കും. അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കണം. അന്ന് നിങ്ങളൊരു വീട് വാടകയ്ക്ക് എടുത്ത്, ഇതിൽ വീഡിയോയിൽ പറയുന്നുണ്ട്, ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അന്ന് ഇയാളുടെ ഭർത്താവ് ഈ സാധനം കൊണ്ടുവന്നപ്പോഴത്തേക്കും അന്ന് ഇത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇവർക്ക് ഒരവസ്ഥ വരത്തില്ല. ഇതിപ്പം രണ്ടുപേരും കൂടി ഇപ്പോൾ കച്ചവടം ചെയ്തിട്ടുണ്ടാണോ എന്തോന്ന് അറിയത്തില്ല. എന്നാലും ഭാര്യയുടെ അറിവില്ലാണ്ട് എന്തായാലും ഭർത്താവ് വീട്ടിൽ കൊണ്ട് ഈ സാധനം വയ്ക്കത്തില്ല. എന്തായാലും ഭാര്യയുടെ അറിവോടെ തന്നെ മേടിക്കും കൊണ്ട് വയ്ക്കുന്നത്. ഇപ്പോൾ എന്തായിരുന്നാലും ഇപ്പോൾ പോലീസ് എന്നപ്പോഴത്തേക്ക് ആരാണ് പിടിയായത്? സ്വന്തം ഭാര്യ എന്ന് പോലും നോക്കാണ്ട് അയാൾ ഇറങ്ങി ഓടിക്കളഞ്ഞു. ഇപ്പോൾ ഈ ചേച്ചിയാണ് വീട്ടിലൊക്കെ കിടന്ന് നാറിയതും മറ്റുള്ള ഫാമിലി മെമ്പേഴ്സ് ആവട്ടെ സോഷ്യൽ മീഡിയയിലായിട്ട് എല്ലാത്തിലാവുന്നത്. അപ്പം ഇതിലെന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്? വീട്ടിലെ മക്കളാവട്ടെ ഭർത്താവട്ടെ ആര് തെറ്റ് ചെയ്താലും ആ കള്ളത്തിനത്തിന് കൂട്ടി നിൽക്കാൻ പാടില്ല. അതിപ്പോൾ എന്ത് വലിയ തെറ്റാണെങ്കിൽ പോലും തെറ്റെന്ന് പറയുക, തീരേണ്ട പ്രശ്നമേ അവിടെ ഉള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിടന്ന് അനുഭവിക്കേണ്ടി വരും.